ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ചെറിയ ഗ്യാപ്പിലൂടെയാണ് നമ്മളൊരു വീഡിയോ കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ലോക്ക്ഡൗൺ സിറ്റുവേഷനാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിവ്യൂ വീഡിയോ അല്ല, ഇപ്പോൾ ഓൾറെഡി നമ്മൾ മോജോയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മോജോനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ റിവ്യൂ ഷൂട്ട് ചെയ്തപ്പോഴും അതേപോലെ തന്നെ ഡോമിനാർ വേഴ്സസ് മോജോയുടെ കമ്പാരിസൺ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് സൈഡ് സ്റ്റാൻഡ് സെൻസർ കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത്. മീറ്റർ കൺസോളിൽ നമുക്കിതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി നൽകിയിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് സൈഡ് സ്റ്റാൻഡ് സെൻസർ മോജോയിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് 293 രൂപയാണ് കേട്ടോ. പ്ലസ് ഡെലിവറി ചാർജ് കൂടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 100 രൂപയാണ് എനിക്ക് ഡെലിവറി ചാർജ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം 28 ദിവസത്തോളം നമുക്ക് ഡിലേ ഉണ്ടായി കൊറിയർ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി. M2 ഓൾ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇത് നമുക്ക് കമ്പനി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളുണ്ടാകും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ടർ ഭാഗമാണ്, അതായത് നമ്മുടെ ടോപ്പിൽ സോക്കറിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് വണ്ടി അഴിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സീറ്റ് അഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ സീറ്റ് ഒന്ന് അഴിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കീയിട്ട് സീറ്റ് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും നോയ്സുകൾ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ഓപ്പണിൽ നിൽക്കണതിന് കുറച്ച് നോയ്സ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് സീറ്റ് അഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡ് പാനലാണ് അഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ താക്കോൽ മാറ്റി നമുക്ക് സൈഡ് പാനൽ അഴിക്കാൻ നമുക്ക് ഈ മേളിൽ വരുന്ന 2 നെറ്റുകൾ ആദ്യം അഴിക്കണം. ഓക്കെ, അപ്പോൾ 2 നെറ്റ് മാത്രം അഴിച്ചാൽ പോരാ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സീറ്റ് അഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സീറ്റ് അഴിച്ച് സൈഡ് പാനൽ അഴിക്കണമെങ്കിൽ ഈ 2 ബോൾട്ടുകൾ അഴിക്കണം. അപ്പോൾ ഈ 2 ബോൾട്ട് അഴിച്ചാൽ ആ സൈഡ് പാനൽ പോരുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അത് വിചാരിച്ച് ബലം പിടിച്ചത് ഒടിച്ച് കളയണ്ട. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം അഴിക്കാൻ നോക്കാം. നമുക്ക് ഈ ബാക്കിലോട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഈ കണക്ഷൻ ഭാഗം നമ്മൾ അഴിക്കണം. അപ്പോൾ അതോടെ അഴിച്ചാൽ മാത്രമാണ് ആ സൈഡ് പാനൽ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ബലം പിടിച്ച് ആ സൈഡ് പാനൽ ഒടിച്ച് കളയേണ്ടതെന്ന് പറഞ്ഞത്. സോ നമുക്ക് എല്ലങ്കി കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇത് അഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ടൂൾ കിറ്റിൻ്റെ ഒപ്പം എല്ലങ്കിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിത് അഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നെറ്റുകളാണ് നമുക്ക് അഴിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നെറ്റ് അഴിക്കുമ്പോൾ തന്നെ ഈ റയർ ഫുഡ് റെസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അത് അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലെ ഫുഡ് റെസ്റ്റിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു ബോഡി പാനലിൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ആ നെറ്റ് കൂടി അഴിച്ചാലാണ് ഈ ബോഡി പാനൽ പോരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം വീഡിയോ കണ്ട് ക്ലിയർ ആക്കിയതിന് ശേഷം വണ്ടി അഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ബോഡി പാനലിൻ്റെ മേളിലത്തെ 2 നെറ്റും അതേപോലെ തന്നെ താഴത്തെ നെറ്റും നമ്മൾ അഴിക്കാൻ യൂസ് ചെയ്യുന്നത് 10ൻ്റെ സ്പാനറാണ് കേട്ടോ. പ്ലസ് 10ൻ്റെ സ്പാനർ നിങ്ങൾ യൂസ് ചെയ്യാൻ നേരത്തെ ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലപോലെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ നമുക്കിവിടെ തിരിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനുള്ളൊരു ഗ്യാപ്പ് കുറവാണ് ആ ഒരു പാനലിൽ അവിടെ വന്നിട്ടുള്ളതിൻ്റെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്പാനറിനേക്കാളും ബെറ്ററായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് ബാക്കിലോട്ട് വന്നിട്ടുള്ള ഫുഡ് റെസ്റ്റിൻ്റെ പോർഷൻ അഴിച്ചു മാറ്റി. അപ്പോൾ അത് അഴിച്ചു മാറ്റാൻ ഞാൻ പറഞ്ഞ പോലെ എല്ലങ്കി തന്നെ മതി. അപ്പോൾ എല്ലങ്കി വെച്ചാൽ നമുക്ക് ആ ഒരു 4 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. സോ ഇത് അഴിച്ചെടുത്താലാണ് നമുക്ക് ഈ സൈഡ് പാനലിൽ അഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൈഡ് പാനലിൽ ഞാൻ ആ പറഞ്ഞ ബോൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ബാക്ക് ഫുഡ് റെസ്റ്റ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സൈഡ് പാനലിൻ്റെ ഏറ്റവും അടിയിലുള്ളൊരു ബോൾട്ട് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ബോൾട്ടോട് ഊരിയാൽ മാത്രമേ ഈ സൈഡ് പാനൽ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത് വീഡിയോ കണ്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി അഴിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് വന്നിട്ടുള്ള ബാക്ക് ഫുഡ് റെസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പാനലും ടൈറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് പാനൽ അതേപോലെ തന്നെ പോരും. അപ്പോൾ നമ്മൾ ആ സൈഡ് പാനൽ ഊരി വെച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. കാരണം സീറ്റ് ലോക്കിൻ്റെ വയറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് ഊരി മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് സൈഡിലോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോട്ട് അല്ലെങ്കിൽ സോക്കറ്റ് വന്നിട്ടുള്ള എവിടെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കത് ഈ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സോക്കറ്റാണ് കേട്ടോ നമുക്കിത് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് വന്നിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു സോക്കറ്റിൻ്റെ ഭാഗത്തോട്ടാണ്. ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ സോക്കറ്റിലോട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഭാഗം.
അപ്പോൾ നമ്മൾ സോക്കറ്റിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യണതിന് മുമ്പ് അതിൻ്റെ കറക്റ്റ് ആംഗിളിലാണോ ഇരിക്കണമെന്ന് നോക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ കറക്റ്റായിട്ട് അതിനകത്ത് ടൈറ്റായിട്ട് നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോരൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കണതുകൊണ്ട് തന്നെ നമുക്ക് ടൈയും കാര്യങ്ങളൊന്നും വെച്ച് നമുക്ക് കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെയാണ് ടൈ അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു സോക്കറ്റിന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് അടിയിലോട്ട് കൊടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ സൈഡ് സ്റ്റാൻഡ് സെൻസർ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കണമെന്ന് ഫസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കത് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് സൈഡ് സ്റ്റാൻഡ് സെൻസർ ഇല്ലാത്ത ഒരു മോജോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കാണിക്കില്ല. അപ്പോൾ നമുക്കത് ഇൻഡിക്കേഷൻ വന്നു. ഇനി നമുക്ക് സെൻസർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സെൻസർ ഭാഗമാണ് നമ്മൾ സൈഡ് സ്റ്റാൻഡിൽ വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് ഈ ഒരു പാർട്ട് ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ സെൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ പോവുകയും അതേ വണ്ടി ടേൺ ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചേർത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ പോയി. നമ്മളത് വിടിയിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഡിക്കേഷൻ വന്നു. സോ ഇത് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം ഇനി എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 പാർട്ടുകളാണ് അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. അതായത് സൈഡ് സ്റ്റാൻഡ് സെൻസറും അതേപോലെ തന്നെ അതിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു പാർട്ടുമാണ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബോൾട്ടുകൾ 2 വേണം. ഈ 2 ബോൾട്ടുകളും ഏതാ സൈസ് എന്നുള്ളത് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ തപ്പിയെടുത്തതാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസിലൊക്കെ തപ്പിയെടുത്തപ്പോൾ കിട്ടിയ 2 ബോൾട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പാർട്സ് കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവുകൾ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. നിലവിൽ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുള്ളൂ. അതിനകത്ത് നെറ്റുകൾ കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു നമുക്ക്. പിന്നെ ഇതിനകത്ത് അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ഹോള് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസറും അതിൻ്റെ ആ ഒരു സെപ്പറേറ്റ് പാർട്ട് നമ്മൾ വയ്ക്കണത് കാണിച്ചു തരാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ വയ്ക്കാൻ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ഹോളുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ആ നെറ്റിട്ട് മുറുക്കേണ്ടത്. അപ്പോൾ ആ നെറ്റിട്ട് മുറുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്യാൻ നേരത്തൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു പാർട്ട് വയ്ക്കേണ്ടത് ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മേളിലാണ് കേട്ടോ. ആ ബോട്ടിൻ്റെ തൊട്ട് മേളിലൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കിലേക്ക് നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ലോക്കാണ് അതവിടെ ഫിറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി പോകാണ്ടിരിക്കുന്നതല്ല, അതിന് മേളിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ ബോൾട്ടിട്ട് മുറുക്കിയാലാണ് കേട്ടോ അത് ഫിറ്റായിട്ടിരിക്കുള്ളൂ. പിന്നെ ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ നമ്മൾ ആ ഹോളിൽ നെറ്റിട്ട് മുറുക്കി സെറ്റായിട്ട് ഇരുന്നോളും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ആ മേളിൽ വരുന്ന പാർട്ട് നമുക്ക് നെറ്റിട്ട് മുറുക്കാം. അപ്പോൾ ഇത് അടിയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഫോക്കസ് കാര്യങ്ങൾ കറക്റ്റായെന്ന് വരില്ല കേട്ടോ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഒരു ഫോൺ വച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നെറ്റിട്ടൊന്ന് മുറുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസറാണ്. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് ടോപ്പിൽ കാണുന്ന വലിയ ഹോളിലല്ല കേട്ടോ സ്ക്രൂ ചെയ്യേണ്ടത്. അവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു സ്ക്രൂ ചെയ്യേണ്ട ഒരു ഹോൾ കാണും. അവിടെയാണ് ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ വെച്ചിട്ട് സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. വെറുതെ അവിടെ ഇട്ട് ടൈം കളയണ്ട തിരിച്ച്. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഹോളിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ്. അപ്പോൾ നമ്മളിതേ സെൻസറോട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെറ്റ് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എവിടെയായിരുന്നു ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഹോള്. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവണ്ടോ അതേപോലെ തന്നെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ആവണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം അത് ചെക്ക് ചെയ്തിട്ട് വരാം. മീറ്റർ കൺസോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് സൈഡ് സ്റ്റാൻഡ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ മാറുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ മീറ്റർ കൺസോളിൽ നിന്ന് പോയിട്ടോ. ഇനി നമുക്ക് സെൽഫ് എടുത്തുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മളത് സെൽഫ് അടിക്കാൻ നോക്കണതാണ്. സെൽഫ് ആവില്ല. നമ്മൾ സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് തട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. സൈഡ് സ്റ്റാൻഡ് നമ്മൾ തട്ടിയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, നമ്മളിത് സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ടേൺ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതായി നമ്മൾ ഫിറ്റ് ചെയ്തത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വയർ എടുക്കേണ്ടത് ഈ ഒരു പൊസിഷനിൽ കൂടി കേട്ടോ. അതായത് ഫ്രണ്ട് ഫുഡ് റെസ്റ്റിനും അതേപോലെ തന്നെ ആ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇടയ്ക്കൂടെയുള്ള സൈഡിൽ കൂടെ നമ്മൾ
ആ ഒരു വയർ എടുത്ത് പോവുക സെൻസറിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഇഷ്യൂസ് വരും. കാരണം ആ സൈഡ് പാനൽ വരുമ്പോൾ അത് കവറായി പൊക്കോളും. നമുക്കത് നെട്ടിട്ട് മുറുക്കണതിനൊന്നും ഒരു തടസ്സവും വരില്ല. അപ്പോൾ ഇത് ഓൾറെഡി ടൈ ചെയ്തുകൊണ്ട് തന്നെ ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ആ ഒരു കണക്ഷൻ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ വയറിന് ചെറിയ രീതിയിൽ പ്ലേ ഉണ്ട്, ഓവർ ടൈറ്റോ അല്ലെങ്കിൽ വലിച്ചിലോ ഒന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ എടുക്കുക, ഉള്ളിൽ കൂടെ ഒന്നും വലിച്ച് എടുക്കാൻ നോക്കരുത്. കാരണം ചെയിനിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വരുള്ളൂ, അപ്പോൾ അത് ഡാമേജ് ആയി പോവുകയുള്ളൂ. നമ്മുടെ കണക്ഷൻ കൊടുക്കലും അതുപോലെ തന്നെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് പഴയ രീതിയിലോട്ട് സൈഡ് പാനലും അതുപോലെ തന്നെ ബാക്ക് ഫുട്ടറസൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ബോൾട്ട് എവിടേക്കാണെന്നുള്ളത്. അപ്പോൾ അത് കണ്ട് ക്ലിയർ ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യുക. ഇനി ബോൾട്ടുകൾ കാര്യങ്ങൾ ബാക്കി വന്നാൽ വീണ്ടും ആയതൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് പഴയ രീതിയിലാക്കിയിട്ട് ബാക്കി പറയാം. അപ്പോൾ അതേ പഴയ രീതിയിലോട്ട് നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് പാനലും ബാക്ക് ഫുട്രസ്റ്റും എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് കാര്യങ്ങളൊക്കെയും കറക്റ്റാണ് കേട്ടോ, കൂടുതൽ കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ടൂൾസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം എനിക്കൊന്നും ഷോറൂമിൽ ഇപ്പോൾ ചെയ്ത് തരണം, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഷോറൂം കോൺടാക്ട് ചെയ്താണെങ്കിലും ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മോജോ ട്രൈബ് അതുപോലെ തന്നെ മോജോ BS6 എന്ന് പറഞ്ഞ 2 വാട്സപ്പ് കൂട്ടായ്മയിലും അതിലെ കുറേ ഫ്രണ്ട്സുകളെയാണ്. എടുത്തു പറയേണ്ടത് കിരൺ എന്ന് പറഞ്ഞ ഒരു ബ്രോയാണ്. ആ ബ്രോയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്, സോ നമുക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്കീം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിലാണ്, ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിലാണ് കേട്ടോ നമ്മളിന്നൊരു വീഡിയോ ചെയ്യാനും കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവരോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഒത്തിരി ഓണേഴ്സിന് ഇത് അറിയില്ലാത്തൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ വണ്ടിക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി ഓണേഴ്സിന് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ ബൈ.